എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2002 ഗോദ്ര ട്രെയിൻ തീവപ്പിനെ പറ്റിയിട്ടാണ്. മലയാളത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ളതും ഏറ്റവും ഡീറ്റെയിൽഡുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ മറ്റു ഭാഷകളിൽ പോലും കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് എന്നോട് ചോദിക്കാനായിട്ട് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടാകാം. ആദ്യം അതിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്ന്, നിങ്ങളിവിടെ ഗോദ്ര ട്രെയിൻ തീവപ്പിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അതിൻ്റെ പിന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല എന്നല്ലേ? ഉത്തരം എന്തെന്നാൽ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 22 മിനിറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ എമ്പുരാൻ ഇറങ്ങുമ്പോഴായിരിക്കും പലരും ഹിന്ദുത്വ ഭീകരനായിട്ടുള്ള ബാബു ബജ്രംഗി എന്നുള്ള പേര് കേൾക്കുന്നത് അല്ലേ? അന്നത്തെ വീഡിയോയിൽ ഞാൻ ബാബു ബജ്രംഗിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മായാ കൊടാനിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നരോദ പാർട്ടിയെയും ഗുൽബർഗ് സൊസൈറ്റിയും എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഗുജറാത്ത് കലാപത്തെ പറ്റി മുഴുവനായിട്ട് കാണണമെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി. രണ്ടാമത്തെ, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നുന്ന അല്ല, ഉറപ്പായിട്ട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്നുമല്ല. നിങ്ങളിവിടെ പറഞ്ഞല്ലോ ഇത് വളരെ ആധികാരികമാണ്, വളരെ ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ പോകുന്നത്? SIT റിപ്പോർട്ടുകൾ അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടുകൾ പലതാണ്, മാധ്യമങ്ങളിൽ വരുന്ന കഥകൾ പലതാണ്, പല യൂട്യൂബേഴ്സും പറയുന്ന കാര്യങ്ങൾ പലതാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവരുടെ താല്പര്യങ്ങൾക്കൊത്തുള്ള കഥയായിരിക്കില്ലേ നിങ്ങളും പറയാൻ പോകുന്നത്? അപ്പോൾ അതിനെന്താണ് ആധികാരികത എന്നൊരു ചോദ്യമായിരിക്കുമല്ലോ അല്ലേ? ഈ കാര്യങ്ങളൊന്നും തന്നെയല്ല നമ്മൾ സോഴ്സായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് കേട്ടുകൊള്ളുക, ഗോദ്ര ട്രെയിൻ കത്തിക്കലിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇന്ന് രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ഒരൊറ്റ ഡാറ്റയേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഗോദ്ര കലാപത്തിൽ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരിൽ 20 പേർക്ക് ജീവപര്യന്തവും 11 പേർക്ക് വധശിക്ഷയും വിധിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ സെഷൻസ് കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. 826 പേജുള്ള ജഡ്ജ്മെൻ്റാണ്. അതെനിക്ക് കിട്ടി. ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഗോദ്ര വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇതിനപ്പുറം ആധികാരികതയുള്ള, ഇതിനപ്പുറം വിശ്വാസയോഗ്യമായിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഡാറ്റയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ കോടതി ജഡ്ജ്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് മാത്രം വിചാരണ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഷൻസ് കോടതിയായിരുന്നു ഇത്. ഈ കോടതി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സബർമതി സെൻട്രൽ ജയിലിൻ്റെ അകത്തായിരുന്നു. മാത്രമല്ല, ആ കോടതി നടന്നിട്ടുള്ള കംപ്ലീറ്റ് വിചാരണയും ഈ വിധി പ്രസ്താവനയും എല്ലാം തന്നെ സുപ്രീം കോടതിയുടെ ഡയറക്റ്റ് മേൽനോട്ടത്തിലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഗോദ്ര ട്രെയിൻ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അകത്ത് കാണുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ? എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അത് വീണ്ടും ചർച്ചയായല്ലോ. ഞാൻ കാണുന്ന ചില കാഴ്ചകൾ എന്തെന്നാൽ, ഗോദ്ര ട്രെയിൻ തനിയെ കത്തിയതാണ്, അതെങ്ങനെയാണ് തീപിടിച്ചതെന്ന് അറിയില്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് അറിയില്ല, അത് ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്, ഇതിൽ കുറ്റവാളികളായിട്ട് ആരും ശിക്ഷിക്കപ്പെട്ടില്ല തുടങ്ങി ഇപ്പോഴും പല ആൾക്കാരും പല കഥകളും മെനഞ്ഞുകൊണ്ട് പല രീതിയിലായിട്ട് അത് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ, അതായത് ഈ ഒരു കേസിൽ നൂറുകണക്കിന് സാക്ഷിമൊഴികളുടെയും നൂറുകണക്കിന് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ, ഒരുപാട് നീണ്ട വാദപ്രതിവാദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി, അതായത് സുപ്രീം കോടതിയുടെ ഡയറക്റ്റുള്ള മേൽനോട്ടത്തിൽ വിചാരണ കോടതി ഇതിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അതായത് ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് 826 പേജിലുള്ള ജഡ്ജ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് പ്രധാന ആസൂത്രകരായിട്ടുണ്ടായിരുന്നവരെ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പലരും പറയുന്നത് ഗോദ്ര ട്രെയിൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാന്നറിയില്ല, അത് കത്തിച്ചത് ആരാന്നറിയില്ല, അത് തനിയെ കത്തിയതാണ്, മണ്ണെണ്ണ മറിഞ്ഞ് കത്തിയതാണ് തുടങ്ങിയ ഒരുപാട് കഥകൾ പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ. ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾ നിഷ്പക്ഷമെന്ന് തോന്നിക്കുന്ന പല ആർട്ടിക്കിളുകൾ വായിച്ചിട്ടുണ്ടാകാം, പല മാധ്യമങ്ങളിൽ വരുന്ന ലേഖനങ്ങളാകാം, അല്ലെങ്കിൽ ഈ പ്രമുഖ മാധ്യമങ്ങളുടെ തന്നെ വീഡിയോസ് ആകാം, അല്ലെങ്കിൽ എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ആകാം. എന്തൊക്കെ ആയാലും നിഷ്പക്ഷം എന്നുള്ള ഒരു ലേബൽ ഉപയോഗിച്ചായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നതല്ലേ? എനിക്ക് പറയാനുള്ളത്, നിഷ്പക്ഷം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറയുന്നതല്ല. അതായത് ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒന്നെങ്കിൽ ഹിന്ദുക്കൾ, ഗുജറാത്ത് കലാപം നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ട് കലാപം നടത്തിയിട്ടുണ്ട്. ഗോദ്ര ട്രെയിൻ തീവപ്പാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് കലാപം നടത്തിയിട്ടുള്ളത് അല്ലേ? ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അല്ലാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ട്രെയിൻ തനിയെ കത്തിയതാണ്, അല്ലെങ്കിൽ ട്രെയിനിന് മറ്റേ എങ്ങനെയോ തീ പിടിച്ചു എന്നൊക്കെയാണ് ചിലർ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഗുജറാത്ത് കലാപത്തിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ ഹിന്ദു ഭീകരർ അവിടെ ആക്രമണം നടത്തിയെന്ന് ആരും പറയുന്നുമില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം എന്നുള്ളത്. നിഷ്പക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്ത അക്രമമാകട്ടെ, ഒരു മത തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത അക്രമമാകട്ടെ, അത് പച്ചയ്ക്ക് പറയാൻ പറ്റണം. അവർക്ക് പൊള്ളും ഇവർക്ക് പൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയും, പലർക്കും വേദനിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിലീജിയസോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഐഡിയോളജി ഉണ്ടായിരിക്കാം. എന്തൊക്കെയായാലും അത് ചെയ്യാതിരിക്കുക. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ ഗോദ്ര ട്രെയിൻ തീവപ്പും ഗുജറാത്ത് കലാപവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളിലെങ്കിലും നീതി പുലർത്താനായിട്ട് ശ്രമിക്കുക. വർഷം 2002 ഫെബ്രുവരി മാസം. ഈ സമയത്ത് അയോധ്യയിൽ രാമയജ്ഞം എന്ന് പറയുന്ന ഒരു മഹായജ്ഞം നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാനായിട്ട് രാജ്യത്തെ
രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഇവരെ വിളിച്ചിരുന്നത് കർസേവകർ എന്നാണ്. അപ്പോൾ കർസേവകരും പോവുകയാണ്. അഹമ്മദാബാദിൽ നിന്ന് പോയ ഒരു സംഘം ഈ യജ്ഞത്തിൽ പങ്കെടുത്ത ശേഷം തിരികെ സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ തിരികെ അഹമ്മദാബാദിലേക്ക് തിരികെ പോവുകയാണ്. അയോധ്യയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് തിരികെ പോകുന്നു. ഇവർ ഗോദ്ര എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കടന്നു വേണം അഹമ്മദാബാദിലേക്ക് പോകാനായിട്ട്. ഈ ഗോദ്രയിൽ ആക്ച്വലി ശരിക്കും ഈ ട്രെയിൻ എത്തിച്ചേരേണ്ട സമയം എന്നുള്ളത് ഫെബ്രുവരി 27-ാം തീയതി രാത്രിയിൽ 2:55 കൂടിയിട്ടാണ്. അതായത് വെളുപ്പിനെന്ന് വേണമെങ്കിൽ പറയാം, 2:55 AM, ഇരുണ്ട സമയം. മനസ്സിലായല്ലോ അല്ലേ? പക്ഷേ ആ ട്രെയിൻ അന്ന് ലേറ്റ് ആയിട്ടായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 മണിക്കൂറോളം ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പിനെ 7:40 കൂടിയിട്ടാണ്. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളപ്പോഴേക്കും ആൾക്കാർ ചായ മേടിക്കാൻ പുറത്തിറങ്ങാറുണ്ട്, അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പുറത്തിറങ്ങാറുണ്ട്. അങ്ങനത്തെ ഒരു പതിവുണ്ട്. കാരണം അവിടെ സ്ഥിരമായിട്ട് ഈ കർസേവകർ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിക്ക്, ആ ഒരു ചുറ്റുവട്ടത്തിന് ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ചുറ്റുവട്ടത്ത് പ്രധാനമായിട്ടും താമസിക്കുന്നത് ഗഞ്ചി മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടമൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, ചായ കച്ചവടമാകാം, ചെറുകടികളുടെ കച്ചവടമാകാം, ഇതൊക്കെ നടത്തുന്നവരും പ്രധാനമായിട്ടും ഈ ഗഞ്ചി മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ്. ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഹിന്ദു കർസേവകരുമായിട്ടും അവിടെ കച്ചവടം നടത്തുന്ന ഈ മുസ്ലിം ചായ കച്ചവടക്കാരും അതുപോലെ കടികളൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ, അവരുമായിട്ട് പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ തന്നെ വാക്ക് തർക്കങ്ങളും ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നത് പതിവായിരുന്നു ഈ ഒരു ഗോദ്ര സ്റ്റേഷനിൽ. ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെയും, അതായത് 2022 ഫെബ്രുവരി 27-ാം തീയതി രാവിലെ 7:40 സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നത്. അല്ലേ, 5 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. 7:45 കൃത്യമായിട്ട് ഈ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 5 മിനിറ്റിനിടയിൽ അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തായിരുന്നു ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചായ കച്ചവടക്കാരൻ ഈ ട്രെയിനിനകത്ത് ചായ വിൽക്കാൻ കയറിയപ്പോഴേക്കും പൈസ തരില്ല എന്നും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്, അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കിയാണ്. അങ്ങനത്തെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കർസേവകർ വന്നിറങ്ങുമ്പോൾ തന്നെ ജയ് ശ്രീറാം കൊച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് വന്നിറങ്ങുന്നത്. അതുപോലെ ഒരു കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ചായക്കാരനെ ഈ ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ കർസേവകർ അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മുസ്ലിം പെൺകുട്ടിയുടെ തട്ടം പിടിച്ച് വലിക്കാൻ ശ്രമിച്ചതായിട്ടും ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഭൂരിഭാഗം കഥകളിലും പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് രാവിലെ 27-ാം തീയതി രാവിലെ ഹിന്ദു കർസേവകരും മുസ്ലിം കച്ചവടക്കാരുമായിട്ടുണ്ടായ, അല്ലെങ്കിൽ ഈ മുസ്ലിം പെൺകുട്ടിയുമായിട്ടുണ്ടായ പ്രശ്നമാണ് ഈ ട്രെയിൻ തീവപ്പിലേക്ക് അന്നേ ദിവസം തന്നെ നയിച്ചതെന്നല്ലേ? ഒരിക്കലുമല്ല. അവിടെയാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്, മറ്റൊരു വലിയ ഗൂഢാലോചനയുടെ കഥ വരുന്നത്. അതായത് ഈ ട്രെയിനിന് തീ വയ്ക്കാനായിട്ട് തലേ ദിവസം 26-ാം തീയതി തന്നെ കൃത്യമായിട്ട് പ്ലാൻ ഇട്ടിരുന്നു. തൊട്ടടുത്തുള്ള അമാൻ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അമാൻ ഗസ്റ്റ് ഹൗസിൽ വലിയൊരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ട്രെയിന് തീ വച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരാം. എന്തായാലും അവിടെ കർഷകർക്കും ചായക്കച്ചവടക്കാർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം ട്രെയിൻ കൃത്യം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്നും എടുക്കുന്നുണ്ട്. വഡോദരയെ ലക്ഷ്യമാക്കിയിട്ട്, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ നീങ്ങുന്നത് അല്ലേ? അങ്ങനെ 5 മിനിറ്റുള്ളിൽ തന്നെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടു. ഏതാനും 2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പല കോച്ചുകളിൽ നിന്നായിട്ട് ട്രെയിനിൻ്റെ ചങ്ങല വലിക്കുകയാണ്. നമുക്കറിയാം, ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താൻ സാധിക്കുമല്ലേ? ആ കോച്ചുകളുടെ നമ്പർ അടക്കം ഞാനിവിടെ കാണിക്കാം. കോടതി വിധിയിൽ ഈ കോച്ചിൻ്റെ നമ്പർ വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇത് ആ ഒരു ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 1-ൽ ഉണ്ടായിരുന്ന ഒരു പാഴ്സൽ ഓഫീസുണ്ട്, അതിനോട് ചേർന്നിട്ടായിരുന്നു ഈ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കോച്ചുകളിൽ നിന്നായിട്ട് ഒരേ സമയത്ത് ചങ്ങല വലിച്ചു എന്ന് പറയുമ്പോഴേക്കും വളരെ സംഘടിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. എന്തായാലും ഒരു ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ആരാണ് ചങ്ങല വലിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ എന്ന് പരിശോധിക്കും. അത് ഓക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മുമ്പോട്ട് നീങ്ങും അല്ലേ? എന്തായാലും ഈ ഒരു പോയിന്റിൽ നിന്ന് ട്രെയിൻ വീണ്ടും മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഇത് സംഭവിക്കുന്ന ഏതാനും 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ട്രെയിൻ കൃത്യം 7:55 ആയപ്പോഴേക്കും ഈ ഒരു ഗോദ്ര പ്ലാറ്റ്ഫോമിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലെ പ്രദേശം നോക്കുകയാണെങ്കിൽ സിഗ്നൽ ഫാലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഈ സിഗ്നൽ ഫാലിയയിൽ വെച്ചിട്ട് വീണ്ടും ട്രെയിൻ നിർത്തുകയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ ഒരുപക്ഷെ പറയുന്നത് ട്രെയിൻ രണ്ടാമതെയും ചങ്ങല വലിച്ചാണ് ഈ സിഗ്നൽ ഫാലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിർത്തിയതെന്നായിരിക്കും അല്ലേ? അങ്ങനെയല്ല. ഈ പ്രദേശം എത്തിയപ്പോൾ അതിൻ്റെ ലോക്കോ പൈലറ്റിന് ട്രെയിൻ നിർബന്ധമായിട്ടും നിർത്തേണ്ടി വരികയാണ്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തെ വാക്വം കുറയുകയാണ്. അപ്പോൾ കോടതി ഇതൊരു സംഘടിത നീക്കമായിട്ടാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് പ്രകാരം ഒന്നെങ്കിൽ പുറത്തെ വാക്വം ഡിസ്ക് ആരോ തിരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഹോസ് പൈപ്പ് കട്ട് ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ അകത്തെ വാക്വം ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ വാക്വം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് കൃത്യമായിട്ട് ഈ പ്രദേശത്ത് വെച്ച് അത് നിർത്തേണ്ടി വന്നിട്ടുള്ളത്.
വന്നിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന ഈ പോയിന്റിൽ വെച്ചാണ്. അതായത് സിഗ്നൽ വാലി എന്ന് പറയുന്ന മുസ്ലിങ്ങൾ വളരെയേറെ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതിനോട് ചേർന്ന പ്രദേശത്താണ് നിലവിൽ ട്രെയിൻ കിടക്കുന്നത്. ഇവിടെ വെച്ചാണ് ട്രെയിൻ ആക്രമിക്കപ്പെടുന്നത് അല്ലേ. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഞാൻ പറയുകയുണ്ടായി, അന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളല്ല ഈ ട്രെയിൻ തീവപ്പിലേക്ക് നയിച്ചതെന്ന്. മറിച്ച് തലേ ദിവസം, അതായത് 26-ാം തീയതി തന്നെ ട്രെയിന് തീവയ്ക്കാനായിട്ടുള്ള വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. എവിടെയാണ് നടക്കുന്നത് നോക്കുവാണെങ്കിൽ ഗോദ്രയിലെ ഈ സിഗ്നൽ വാലി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അമാൻ ഗസ്റ്റ് ഹൗസ്. ഈ കേസിലെ പ്രധാന കുറ്റവാളിയായിട്ടുള്ള അബ്ദുൾ രാജ കുർക്കൂർ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഈ ഗസ്റ്റ് ഹൗസിലെ 8-ാം നമ്പർ മുറിയിൽ വെച്ചിട്ട് പ്രധാനമായിട്ടുള്ള 2 മീറ്റിങ്ങുകൾ അന്നേ ദിവസം രാത്രിയിൽ നടക്കുകയാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ട് ആ 8-ാം നമ്പർ മുറിയിൽ ഉണ്ടായിരുന്ന 3 പേര്, സലീം ജാദ്ര, ഷൗക്കത്ത് അഹമ്മദ് ചർക്ക, അതുപോലെ സലീം പൻവാല എന്ന് വിളിപ്പേരുള്ള സലീം ഹാജി, ഇബ്രാഹിം ബദാം എന്നീ 3 പേരും ജാബിർ ബിന്യാമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ്. ഇതിൽ സലീം പൻവാല എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്, അതായത് ഇപ്പോഴും ഒളിവിലാണ്, പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വെച്ചാണ് ഇവർ ട്രെയിൻ കത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന നടത്തുന്നത്. ആ മുറിയിലേക്ക് ഇമ്രാൻ അഹമ്മദ് ബദൂഖ്, അതുപോലെ ഹസൻ അഹമ്മദ് ചർക്ക, മെഹബൂബ് ഖാലിദ് ചന്ദ ഒക്കെ ആ മുറിയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ മുറിയിലേക്ക്, ഇവരുടെ അടുക്കലേക്ക് 2 പേര് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഒരു പ്രധാനപ്പെട്ട ദൂതുമായിട്ട് വരികയാണ്. ആ വന്ന 2 പേരാരൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ബിലാൽ ഇസ്മായിൽ അബ്ദുൽ മജീദ് സുജയിലെയും, രണ്ടാമത്തത് ഫാറൂഖ് മുഹമ്മദുമാണ്. ഇവർ പറഞ്ഞ കാര്യം എന്തെന്നാൽ, അല്ലെങ്കിൽ കൊടുത്ത ഇൻഫർമേഷൻ എന്തെന്നാൽ, ഞങ്ങൾ ഇപ്പോൾ വരുന്നത് ഒരാളെ നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷമാണ്. അത് മറ്റാരുമായിരുന്നില്ല, മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമേർജി ആയിരുന്നു. അവിടെ പ്രായം ചെന്നിട്ടുള്ള ഒരു മൗലവിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, മൗലവി നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചു, അതായത് ഈ ട്രെയിനിന്റെ കോച്ച് S6 അങ്ങോട്ട് തീയിട്ടേക്കുക, മൗലവി നിർദ്ദേശിച്ചു എന്നുള്ള കാര്യമാണ് ഈ വന്ന 2 പേര് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമാൻ ഗസ്റ്റ് ഹൗസിന്റെ 8-ാം നമ്പർ മുറിയിൽ വെച്ചിട്ടാണ് ആ ഒരു കൊടൂര തീരുമാനം അവരെടുക്കുന്നത്. ഇന്ത്യയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഗോദ്ര ട്രെയിൻ തീവപ്പും പിന്നീട് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപവും ഒക്കെ സംഭവിക്കാൻ കാരണമായിട്ടുള്ള ആ തീരുമാനം. സബർമതി ട്രെയിനിൻ്റെ കോച്ച് S6 കത്തിക്കുക. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുമുള്ളത് കർസേവകരാണ്. നമുക്ക് അവരെ തീയിട്ട് ചുടണമെന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും പെട്രോൾ വേണമല്ലേ. ഇവർ പെട്രോൾ മേടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. തൊട്ടടുത്താണ്, അതായത് സിഗ്നൽ വാലിയെ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പാണ് കലാഭായ് പെട്രോൾ പമ്പ്, ഹക്കീമിയ പെട്രോൾ പമ്പ് എന്ന് പറയപ്പെടും. ഇതിൻ്റെ ഓണർ എന്നുള്ളത് അജഗർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ പോയിട്ട് 20 ലിറ്ററിൻ്റെ ക്യാനുകളിലായിട്ട്, അങ്ങനത്തെ 7 ക്യാനുകളിലായിട്ട് 140 ലിറ്റർ പെട്രോൾ ഇവർ മേടിക്കുകയാണ്. അങ്ങനെ ആ പെട്രോൾ പമ്പിൽ നിന്നും 20 ലിറ്ററിൻ്റെ 7 ക്യാനുകളിലായിട്ട് 140 ലിറ്റർ പെട്രോൾ ഇവർ കളക്ട് ചെയ്തു ആ ഒരു കലാഭായ് പെട്രോൾ പമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഹക്കീമിയ പെട്രോൾ പമ്പിൽ നിന്ന്. അപ്പോൾ നമുക്ക് പല സംശയങ്ങളും വരാം, അത്രയും പെട്രോൾ ആ ഒരു പെട്രോൾ പമ്പ് ഇവർക്ക് ഒരുമിച്ച് കൊടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് ഇവരുടെ ഏരിയയാണ്, ഇവർ അത്രത്തോളം ശക്തമായിട്ടുള്ള ഏരിയയാണ്, വേറെ ആരും ചോദിക്കാനൊന്നുമില്ല. മാത്രമല്ല ഇവർ ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്, മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിമിൻ്റെ അല്ലേ. എന്തായാലും ഇവർ 20 ലിറ്ററിൻ്റെ 7 ക്യാനുകൾ, ഒരു 3 വീലുള്ള പെട്ടിവണ്ടി, ആ പെട്ടിവണ്ടിയുടെ നമ്പർ GJQ 8074 എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ആധികാരികമായിട്ടുള്ളതും ഏറ്റവും ഡീറ്റെയിൽഡുമായിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്നല്ലേ. ഇവർ പെട്രോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ ഉപയോഗിച്ച പെട്ടിവണ്ടിയുടെ, അതായത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊക്കെ പറയുമല്ലേ, അതിൻ്റെ നമ്പർ വരെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ 7 ക്യാനുകളുമായിട്ട് ഇവർ നേരെ അമാൻ ഗസ്റ്റ് ഹൗസിൻ്റെ പിന്നിലേക്ക് പോവുകയാണ്. അവിടെ പാർക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അവർ വീണ്ടും 8-ാം നമ്പർ മുറിയിൽ വന്ന് പ്ലാനിങ്ങുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 1:30 AM ആയപ്പോഴേക്കും അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ട്രെയിൻ 4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഓടുന്നതെന്ന്. അങ്ങനെ അവർ ആ മീറ്റിംഗ് പിരിച്ചുപിടിക്കുകയാണ്. വെളുപ്പിനെ 6:30, 6:30 വരാനായിട്ട് നിർദ്ദേശവും കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായല്ലോ, ഗോദ്ര ട്രെയിൻ തീവപ്പ് എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല, മറിച്ച് തലേദിവസം തന്നെ ഒരു സംഘം ഒരു മുറിയിൽ ക്രിമിനൽ കോൺസ്പിറസി, അതായത് ഗൂഢാലോചന നടത്തി പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കിയിട്ടുള്ള ഒരു മൃഗീയമായിട്ടുള്ള ക്രൈമാണ്, ആക്രമണമാണ് ഗോദ്ര ട്രെയിൻ തീവപ്പ് എന്നുള്ളത്. എന്തായാലും നിലവിൽ ട്രെയിൻ കിടക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അവിടുന്ന് നമുക്ക് കഥ ബാക്കി പറയാം അല്ലേ. ട്രെയിൻ ഇപ്പോൾ കിടക്കുന്നത് ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ A ക്യാബിനോട് ചേർന്ന പ്രദേശത്താണ്. അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും 1 കിലോമീറ്ററോളം മാറി, ഏകദേശം അത്രത്തോളം മാറിയിട്ടാണ് ട്രെയിൻ നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ വാക്വം കുറവ് വന്നുകൊണ്ടാണ് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്ന് കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ട്രെയിൻ കിടക്കുന്നതിൻ്റെ ഒരു വശത്താണ് ഈ സിഗ്നൽ വാലി എന്ന് പറയുന്നൊരു പ്രദേശമുള്ളത്. ഈ ഗഞ്ചി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ. ഇവിടെ വെച്ചാണ് ഈ ട്രെയിൻ ആക്രമിക്കപ്പെടുന്നത്. ഈ ട്രെയിൻ എങ്ങനെ ആക്രമിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നടപടി കല്ലേറായിരുന്നു. ട്രെയിനിന് തുരുതിൽ, അതായത് കോച്ച് S6 മാത്രമല്ല കല്ലേറിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ അപ്പാടെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കല്ലേറ് നടത്തുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് കുറച്ച് പേര് മാത്രമാണ്, മുറിയിലുണ്ടായിരുന്ന ആൾക്കാർ മാത്രമാണല്ലേ. പക്ഷേ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് കോടതി ജഡ്ജ്മെന്റ് പ്രകാരം 900ഓളം വരുന്ന ആൾക്കാരായിരുന്നു. ഈ 900ഓളം വരുന്ന ആൾക്കാർ പെട്ടെന്ന് എങ്ങനെ അങ്ങോട്ട് എത്തി നോക്കുവാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്തെ ആസൂത്രകരായിട്ടുള്ള വ്യക്തികൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്. അതായത് 2 പേര്, മെഹബൂബ് അഹമ്മദും ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന സലീം പൻവാല എന്ന് പേരുള്ള ഇവർ ഈ സിഗ്നൽ ഫാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് പറയുകയാണ്. ആ കർസേവകർ നമ്മളുടെ ഒരു പെൺകുട്ടിയെ, നമ്മളുടെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ആക്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒച്ച വെച്ച് ഷൗട്ട് ചെയ്യാണ്. വളരെ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അവിടെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആൾക്കാർ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവർക്കൊപ്പമാണ് ഈ ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാർ കമ്പും മറ്റ് ആക്രമിക്കാനുള്ള വടികളും അതുപോലെ ചെറിയ വെട്ടരുവാളും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ പ്ലാൻ ചെയ്തവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണേ. കുറച്ച് പേര് മാത്രമാണെങ്കിൽ ആക്രമണം ചിലപ്പോൾ ചെറുത്തേക്കാല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളം പറഞ്ഞുകൊണ്ട്, അതായത് മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ ഉച്ചത്തിൽ ബഹളം വെച്ച് അവിടെ ഉണ്ടായിരുന്ന ആളെയും കൂട്ടി ഈ ട്രെയിൻ ലക്ഷ്യമാക്കിയിട്ട് അത്രയും വലിയൊരു സംഘം എരച്ചെത്തുകയാണ്. നമുക്കറിയാം ഈ ട്രെയിനിന്റെ കോച്ച് S6 ഉം S7 അഗ്നിക്കിരയാക്കപ്പെടുന്നുണ്ടെന്നല്ലേ. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് S6 ആണ്. അതിൻ്റെ അകത്തായിരിക്കും പ്രധാനമായിട്ടും കർഷകരൊക്കെ ഉണ്ടാകുക എന്നുള്ളതും ഇവർക്കറിയാം. എന്തായാലും അവർക്ക് കിട്ടിയ നിർദ്ദേശവും അത് തന്നെയായിരുന്നു. അങ്ങനെ ഇവർ കോച്ച് S6, അതായത് മൊത്തത്തിൽ കല്ലെറിയുന്നുണ്ട്. അപ്പോൾ ഷട്ടറുകളൊക്കെ അടയ്ക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് തീയിടണം എന്നുള്ള ലക്ഷ്യമുള്ളത് കോച്ച് S6 ആണ്. ഇവർ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് ഇതിൻ്റെ ഷട്ടറുകളും വടിവെച്ചും മറ്റേ വെട്ടരുവാൾ വെച്ചും ഒക്കെ ഇത് ഷട്ടറുകളും ഗ്ലാസുകളും തകർക്കുന്നുണ്ട്. അതിലൂടെ ഇവർ പെട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം പെട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ അബ്ദുൾ കുർക്കൂർ എന്ന് പറയുന്ന അമാൻ ഗസ്റ്റ് ഹൗസിന്റെ ഉടമയിലെ ഒരു MIT, ചുമല MITയിലാണ് ഒരു 20 ലിറ്ററിന്റെ ക്യാൻ ആദ്യം കൊണ്ടുവരുന്നത്. തൊട്ട് പുറമെ തന്നെ അലി മസ്ജിദിന്റെ അടുത്തുള്ള ഒരു റോട്ടിലൂടെ ഞാൻ പറഞ്ഞ ആ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ബാക്കി പെട്രോളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യത്തെ ലക്ഷ്യം എന്തെന്നാൽ ഈ ജനലിലൂടെ അകത്തേക്ക് പെട്രോൾ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അവർ അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് ആ മാർഗത്തിലൂടെ പെട്രോൾ അകത്തേക്ക് എത്തിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും പെട്രോൾ എത്തിയത് എങ്ങനെയാണെന്നറിയാവോ? അതായത് 2 കോച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെസ്റ്റിബ്യൂളുകൾ ഉണ്ടല്ലോ, ട്രെയിനിന്റെ 2 ബോഗിക്കിടയിൽ റബ്ബർ പോലത്തെ ഒരു സാധനം കാണാമല്ലോ. ഈ വെസ്റ്റിബ്യൂളുകൾ മുറിച്ച് അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന സ്ലൈഡിംഗ് ഡോറുകൾ തുറന്ന് ഈ ക്യാൻ അകത്തോട്ട് കയറ്റിയിട്ട് അതങ്ങോട്ട് മറിക്കുകയാണ്. ഈ ഒരു മാർഗത്തിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും പെട്രോൾ അകത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ പരമാവധി ഇവരെ കൊണ്ടാകുന്ന രീതിയിൽ ജനലിലൂടെയും അകത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് എമൗണ്ട് മാത്രമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഏറ്റവും പ്രധാനമായിട്ടും ഈ വെസ്റ്റിബ്യൂളുകൾ, റബ്ബർ വെസ്റ്റിബ്യൂളുകളാണ് ഉണ്ടാകുക. റബ്ബർ മുറിക്കുക, അതിൻ്റെ അകത്തോട്ട് കയറുക, അതിനുശേഷം സ്ലൈഡിംഗ് ഡോർ തുറക്കുക, എന്നിട്ട് ഇതിൻ്റെ വലിയ ക്യാനുകളുണ്ടല്ലോ, 20 ലിറ്ററിൻ്റെ ക്യാനുകൾ ആ ഒരു കോച്ചിലേക്ക് ഇങ്ങനെ കമത്തി വിടുകയായിരുന്നു. കോടതി വിധിയിൽ പറയുന്നത് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ അക്രമി സംഘം ഈ അക്രമമെല്ലാം നടത്തിയത് എന്നുള്ളതാണ്. എന്ത് മുദ്രാവാക്യം എന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ്, ഹിന്ദു കാഫിറോങ്കോ ജലാ ഠാലോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെയാണ്. ഈ മുദ്രാവാക്യങ്ങളൊക്കെ കോടതി വിധിയിൽ അതേപടി പറയുന്ന കാര്യമാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. തൊട്ടടുത്തുള്ള, അതായത് സിഗ്നൽ ഫാലിയെ തന്നെയുള്ള അലി മസ്ജിദ് എന്ന പേരുള്ള ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ ലൗഡ് സ്പീക്കറിലൂടെ, ഉച്ചഭാഷണിയിലൂടെ വളരെ വിദ്വേഷജനകമായിട്ടുള്ള പ്രസംഗങ്ങൾ അവിടെയുള്ള ഒരു വ്യക്തി നടത്തുകയാണ്. ഇത് ഈ അക്രമികൾക്ക് ഒരു ആവേശമായിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ സിഗ്നൽ ഫാലി എന്ന് പറയുന്നത് അത്രത്തോളം കമ്മ്യൂണലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടുത്തെ പള്ളി വരെ ഇവരുടെ അക്രമങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു എന്നൊരു കാര്യമാണ് ഈ ജഡ്ജ്മെന്റ് റിപ്പോർട്ടിലെ ഈ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ കോച്ചിൽ പെട്രോൾ ഒഴിച്ചു. ഇനി നെക്സ്റ്റ് അവരുടെ സ്റ്റെപ്പ് എന്നുള്ളത് തീയിടുക എന്നുള്ളതായിരുന്നു അല്ലേ. ഏത് മാർഗത്തിലൂടെ തീയിട്ടെന്ന് നോക്കുവായിരുന്നെങ്കിൽ പ്രധാനമായിട്ടും ഈ പെട്രോളിൽ മുക്കിയിട്ടുള്ള തുണികൾ കത്തിച്ച് അകത്തേക്കിടുക, ഇങ്ങനെയായിരുന്നു പ്രധാനമായിട്ടും തീയിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ വരാം. ഒരു കോച്ചിന് 4 കതകുകളാണുള്ളത്. അതുപോലെ തന്നെ ഈ സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ആണ്, ഒരു വെസ്റ്റിബ്യൂളുകൾ മുറിച്ചിട്ടുണ്ട്, അടുത്ത കോച്ചിലേക്ക് രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റിയും ഒക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ തീ കത്തിപ്പടരുന്ന സമയത്ത് ആൾക്കാർക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഈ ഡോറുകൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ഒരു കോച്ചാണ് സബർമതിയുടെ ഈ കോച്ച് എന്നുള്ളത്. അത് പുറത്തുനിന്ന് ഇങ്ങനെ ഓടാമ്പൽ പോലത്തെ ആ സാധനം ഇട്ട് വയ്ക്കാൻ പറ്റും, പക്ഷേ പെർമനൻ്റ്ലി ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, അകത്തുനിന്നേ ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ രക്ഷപ്പെട്ടില്ല? അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ ആൾക്കാർ മരിക്കില്ലല്ലോ എന്നല്ലേ. തീർച്ചയായിട്ടും ആൾക്കാർ രക്ഷപ്പെട്ടില്ലേ. ആ ഒരു കോച്ച് എന്ന് പറയുന്നത് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു ആ കോച്ചിലല്ലേ. അതിൻ്റെ അകത്ത് മരണപ്പെട്ടവരുടെ എണ്ണം മാത്രമാണ് 59 എന്നുള്ളത്. അതായത് 27 സ്ത്രീകൾ, 22 പുരുഷന്മാർ, 10 കുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. 48ഓളം പേർക്ക് പൊള്ളലേറ്റു. ബാക്കി ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട്. അതായത് ജനലിലൂടെയും മറ്റ് ഒരു കഥകാരനോ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്, ഈ കഥയിലൂടെയും ഒക്കെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ആരും രക്ഷപ്പെട്ടില്ല എന്നൊന്നും ധരിക്കേണ്ട. പക്ഷേ ഇവിടെ കത്തുന്നത് ഏത് സബ്സ്റ്റൻസ് ആണ്? പെട്രോളാണ്. പെട്രോളിൻ്റെ ഇൻഫ്ലേമബിലിറ്റി എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഭയങ്കരമാണ്. അതായത്
നമ്മൾ പെട്രോൾ ഒരു കുപ്പിയിൽ താഴത്തോട്ട് ഒഴിക്കുകയാണ്. പെട്രോൾ താഴത്തെത്തി, പക്ഷേ ആ ഒരു ഒഴിച്ച ഭാഗത്തുകൂടെയുള്ള തരിത്തരികളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ വായുവിൽ തീ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തരിത്തരികളിലൂടെ താഴത്തോട്ട് കത്തിപ്പിടിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കോലം കത്തിക്കൽ പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും ആ ഒരു നേതാക്കളുടെ മുണ്ടിൽ തന്നെ തീ പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ലേ. അത്രത്തോളം ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പെട്രോൾ എന്നുള്ളത്. ഇത് നൊടിയിടയിൽ ആ കോച്ചിനെ വിഴുങ്ങിയാണ്. S6-ലാണ് ഇവർ തീയിടുന്നത്, പക്ഷേ S7-നും കൂടെ തീ പിടിക്കുകയാണ്. S7-ൽ ആരും മരിക്കുന്നില്ല, S7-ൽ എല്ലാവരും രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ടായിരുന്നു. S6-ലുണ്ടായിരുന്ന ആൾക്കാർ മാത്രമാണ് മരണപ്പെടുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ ഈ അഗ്നിക്ക് ഇരയാകുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന എന്താണ്, അത്രത്തോളം പുകയും ചൂടുവാണല്ലേ. അപ്പോൾ ആൾക്കാർ അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ തെങ്ങി ഞെരുങ്ങിയിട്ട് എല്ലാവരും കൂടെ വീഴുന്നില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അകത്തുണ്ടായിരുന്നത്. അവർക്കൊന്നും കാണാൻ മേല. പല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മരണത്തിന് മുമ്പ്, തീ പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് പലരും സഫക്കേഷൻ, അതായത് ഈ പുകയേറ്റ് അത്രത്തോളം ശ്വാസം മുട്ടൽ അനുഭവിച്ചിട്ടുണ്ടെന്നാണ്. കാരണം പെട്രോൾ വലിയ തോതിൽ, ഈ 140 ലിറ്ററോളം വരുന്ന പെട്രോള്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടായിരുന്ന പെട്രോൾ കത്തിപ്പടരുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പുക എത്രത്തോളമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഫൈനലി ഈ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ ആ കോച്ച് S6-ലുണ്ടായിരുന്ന 59 പേർക്ക്, ആദ്യം 58 പേരായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീടാണ് ഒരു വ്യക്തി മരിക്കുന്നത്. അപ്പോൾ 59 പേർക്ക് 10 കുട്ടികളടക്കം മരണപ്പെടുകയാണ്. അത് തീയിട്ട് പച്ചയ്ക്ക് അവരെ തീയിട്ട് കൊല്ലുകയാണ്. മരണപ്പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അതായത് അതുപോലെ തന്നെ പലരും ആർട്ടിക്കിളുകളിലും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ട്രെയിൻ എങ്ങനെയോ തീ പിടിച്ചു, പാചകവാതകം ചോർന്ന് തീ പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ, അതിൻ്റെ അകത്ത് ഒരു മണ്ണെണ്ണ സ്റ്റൗ കത്തുവാണെങ്കിൽ ഒരു മണ്ണെണ്ണ സ്റ്റൗവിൽ എത്ര ലിറ്റർ മണ്ണെണ്ണ ഉണ്ടാവും? 1 ലിറ്റർ, 2 ലിറ്റർ. അത് കത്തിയിട്ടാണോ ഈ ഒരു കോച്ച് മൊത്തം കത്തിയത്? S7-നും കൂടെ അടക്കം കത്തിയത്? ഇനി പോട്ടെ, 5 മണ്ണെണ്ണ സ്റ്റൗകൾ ഒരുമിച്ച് കത്തിച്ചെന്ന് വയ്ക്കുക, എന്നാലും പിടിക്കൂ ഇല്ല. അപ്പോൾ ഇതൊക്കെ പലരും പറയുന്ന കള്ളക്കഥയാണ്. ഇതൊക്കെ ജഡ്ജ്മെന്റിൽ അപ്പാടെ തള്ളിക്കളഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ ഈ കോച്ച് കത്തിപ്പടരുമ്പോൾ ആരോ ഫയർഫോഴ്സിൽ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഫയർഫോഴ്സിനെ പോലും തടയിടുന്ന രീതിയിൽ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഫയർഫോഴ്സിന് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ 27 സാമ്പിളുകളിലായിട്ട് പെട്രോളിയം ഹൈഡ്രോ കാർബൺ, അതായത് പെട്രോൾ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നുണ്ട്. 2 സാമ്പിളിൽ നിന്ന് ഡയറക്റ്റ് ഈ പെട്രോൾ കണ്ടെത്തുന്നുണ്ട്. ഈ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലുങ്കി, അവരുടെ സ്കേർട്ടുകൾ, അവരുടെ മറ്റ് വസ്ത്രങ്ങൾ, അവരുടെ ബാഗുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സാമ്പിളുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്രോൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതുപോലെ പെട്രോളിൽ ഉപയോഗിക്കുന്ന ഓറഞ്ച് ഡൈയുടെ സാന്നിധ്യം, ബ്ലൂ കളേർഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ സാന്നിധ്യം ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതോടൊപ്പം മറ്റൊരു കുപ്പി കിട്ടുകയാണ്. ഒരു മഞ്ഞ കളറുള്ള ഒരു ആസിഡ് ആയിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതായത് ആസിഡ് കുപ്പികൾ വരെ ആക്രമിക്കാൻ ഉപയോഗിക്കുകയാണ്. പെട്രോൾ വെച്ച് തീയിടുക മാത്രമല്ല, ഇവർ ആസിഡുള്ള കുപ്പികളടക്കമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഫയർഫോഴ്സൊക്കെ എത്തിയിട്ട് ഈ തീ അണക്കിയാണ്. ഈ ഒരു മൃതദേഹങ്ങളൊക്കെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഇതിലെടുത്തു പറയേണ്ട കാര്യം 19 പേരുടെ ശരീരങ്ങൾ ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞു പോയിരുന്നു. എന്തായാലും അതിന് പിന്നോടിയായിട്ടാണ് നമ്മൾ കാണുന്ന ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള, രാജ്യത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുള്ള ഈ ഗോദ്രാത്ത് ട്രെയിൻ ദീപവും പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപവും ഒക്കെ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ലല്ലേ. അത് 2 സംഭവങ്ങളും നമ്മളുടെ രാജ്യത്തിനെ അത്രത്തോളം മുറിവേൽപ്പിച്ച ഒന്നാണ് രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത്. പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ ആയിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ അമാൻ ഗസ്റ്റ് ഹൗസ് സീൽ ചെയ്യുന്നുണ്ട്, കലാബായ് പെട്രോൾ പമ്പ് സീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു പെട്ടി ഓട്ടോറിക്ഷ പിടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നടപടികൾ നടപ്പുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇവർക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രായം ചെന്ന മൗലവി ഉണ്ടല്ലോ, മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമർജി, തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയാണ്. പക്ഷേ ഇത്രയും പൈസയുടെ ഒരു ബോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സലീം പൻവാല, ഷൗക്കത്ത് ചർക്ക, അബ്ദുൽ മജീദ്, ഇവരൊക്കെ സ്റ്റിൽ അബ്സ്കോണ്ടിങ് ആണ്, അതായത് ഒളിവിൽ കഴിയുകയാണ്. ഇവർ പാകിസ്ഥാനിലുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ എപ്പോഴൊക്കെയോ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നു. എന്തായാലും അത് പാകിസ്ഥാനിലുണ്ടെന്നൊന്നും കോടതി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ അബ്സ്കോണ്ടിങ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വർഷം 2017 ഇത് ഗുജറാത്ത് ഹൈക്കോടതിയിൽ എത്തുകയാണ്. ഈ 31 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ള സെഷൻസ് കോടതിയുടെ നടപടിയെ ഗുജറാത്ത് ഹൈക്കോടതി ശരിവെക്കുകയാണ്. പക്ഷേ ഈ 11 പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടല്ലോ, അത് ജീവപര്യന്തമാക്കി മാറ്റുകയാണ്. അങ്ങനെ 31 പേർക്കും ജീവപര്യന്തമായി മാറുകയാണ്. ഇനി നമ്മൾ പിന്നീട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇടയ്ക്ക് 2 ആൾക്കാർക്ക് വീണ്ടും ജീവപര്യന്തം വരുന്നുണ്ട്, അതിനുശേഷം മറ്റൊരാൾക്ക് വീണ്ടും ജീവപര്യന്തം വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 34ഓളം പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവനുഭവിച്ച് ജയിലിൽ തന്നെ വർഷങ്ങളായിട്ട് തുടരുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. അതായത് 100 കണക്കിന് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്ന് സുപ്രീം കോടതിയുടെ ഡയറക്റ്റ് മേൽനോട്ടത്തിലുള്ള ഒരു കോടതിയിൽ അവിടുത്തെ ട്രയലും ജഡ്ജ്മെൻറ്റും എല്ലാം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നു അല്ലേ. അങ്ങനെ വിധിച്ച വിധി പ്രസ്താവന ഉള്ളപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഇവർ കുറ്റക്കാരാന്ന് കണ്ടെത്തിയ ഈ കോടതിയുടെ നടപടി ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ജഡ്ജ്മെൻറ്റുകളൊക്കെ ഉള്ളപ്പോഴാണ് പലരും പറയുന്നത് ഗോദ്ര ട്രെയിൻ ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല മക്കളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു
ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അത് മണ്ണെണ്ണ സ്റ്റൗവിൽ നിന്ന് തീ പിടിക്കുക എന്നാണ് പറയുന്നത്. ട്രെയിൻ എങ്ങനെയോ കത്തി. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയാണ്. ആ ട്രെയിൻ അങ്ങോട്ട് കത്തുകയാണ്. പിന്നീട് നേരെ ഗുജറാത്ത് കലാപത്തിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെ കത്തി അല്ലെങ്കിൽ കത്തിച്ചു എന്നൊരു വാക്ക് പോലും അവിടെ ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാരണം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, തനിയെ കത്തിയതാണ് അത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കത്തിയെന്ന് അറിയില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്കിതിൻ്റെ സത്യാവസ്ഥ പറയാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പക്ഷേ വീഡിയോ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, മറക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല. നമ്മൾ വളരെ സാഹോദര്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ മതസ്ഥരുമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ടും, അല്ലേ? ആശയപരമായിട്ട് പല വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ അത് ബന്ധങ്ങളിൽ വരാൻ പാടില്ലല്ലേ? പക്ഷേ ഈ കാര്യം ഒരിക്കലും നിങ്ങളുടെ എൻ്റെ മതത്തിൽ ആക്രമിച്ചത് അത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, കാരണം രണ്ടുപേരും അവിടെ ഒരിടത്ത് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു, അതിനുശേഷം വീണ്ടും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഇങ്ങനത്തെ തന്നെയാണ് കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ഇത് നടത്തിയിട്ടുള്ളത് ആരാണ്? ഈ മതവിശ്വാസികളാണോ? അല്ല, മതഭീകരവാദികളാണ്. ഹിന്ദുത്വ ഭീകരവാദികളും ഇസ്ലാമിക ഭീകരവാദികളും കൂടെ നടത്തിയിട്ടുള്ള അക്രമങ്ങളാണ് ഗോദ്ര തീവപ്പും ഗുജറാത്ത് കലാപവും എന്നൊക്കെയുള്ളത്. അല്ലാതെ ഇത് നല്ലവരായിട്ടുള്ള വിശ്വാസി സമൂഹം നടത്തിയിട്ടുള്ള ഒന്നല്ല. അങ്ങനെ കാണേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇത് വച്ചിട്ട് നിങ്ങൾ വർഗീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരിക്കലും ഒരു തരത്തിലുള്ള വർഗീയതയും ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിൽ ഉടലെടുത്തുകൂടാ. സത്യം പറയേണ്ടി വന്നുകൊണ്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ല. എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ കണ്ടാൽ അറിയാം, അത്രത്തോളം ഞാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഇതിന് സത്യാവസ്ഥ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റു പലരുടെയും ആർട്ടിക്കിളുകളും മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു ട്രെയിൻ എങ്ങനെയോ കത്തിയതാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് സത്യം പറയേണ്ടി വന്നിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തൊരു വിഷയമാണ്. ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് താഴ്മയായിട്ട് തന്നെ, വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്, ഈ ഒരു വിഷയങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു തരി വർഗീയപരമായിട്ടുള്ള ചിന്തകളും കടന്നു വരരുത്. ഇത് ചരിത്രത്തിൽ ഈ 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്തിനിപ്പോഴും മതങ്ങളുടെ, അതായത് മറ്റേ മതത്തിലുള്ളവനല്ലേ അവനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? അവനെന്തിനു വർഗീയമായിട്ട് അവനെ നോക്കിക്കാണണം? അവനുമായിട്ട് ബന്ധമുണ്ടോ ഇതിന്? ഇല്ല. നമ്മളുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നടത്തിയിട്ടുള്ളത് നല്ലവരായിട്ടുള്ള മതവിശ്വാസികളല്ല, മതഭീകരവാദികളാണ്. ഹിന്ദുത്വ ഭീകരരും ഇസ്ലാമിക ഭീകരരും കൂടെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു ചെയിനാണ് ഗോദ്ര ട്രെയിൻ തീവപ്പും ഗുജറാത്ത് കലാപവും എന്നൊക്കെ ഉള്ളത്. അതൊരിക്കലും വിശ്വാസി സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തരുത്. സാഹോദര്യത്തിലും സന്തോഷത്തിലും ജീവിക്കുക. അത് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ വാടപ്പള്ളി, സൈനിങ് ഔട്ട്.